എക്സാം കാപ്സ്യൂൾ. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള പരീക്ഷാ സിലബസിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, GK എന്നീ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് EMS സ്മാരക സഹകരണ പരിശീലന കോളേജ് അധ്യാപകൻ K. സുധാകരൻ. നമ്മുടെ 5ാമത്തെ വിഷയമായ മാത്സ് മെന്റൽ എബിലിറ്റി എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ PSC ഒക്കെ LD ക്ലർക്കിന് ചോദിക്കുന്ന മാത്സും മെന്റൽ എബിലിറ്റിയാണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ജൂനിയർ ക്ലർക്ക് കാഷ്യർ പോസ്റ്റിലേക്കും ചോദിച്ചു വരാറുള്ളത്. അതുകൊണ്ട് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ 20 ചോദ്യങ്ങളിൽ നിന്ന് 10 മാർക്ക് നേടിയെടുക്കാവുന്നതാണ്. നമ്മുടെ മൊഡ്യൂളിൽ എന്തെല്ലാണ് പറയുന്നത് എന്ന് പരിശോധിക്കാം. 1. സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. 2. സിംപ്ലിഫിക്കേഷൻസ്. 3. സ്ക്വയർ ആൻഡ് ക്യൂബ്. 4. റൂട്ട്. 5. ആവറേജ്. 6. പ്രൈം നമ്പർ. 7. റേഷ്യോ. 8. പ്രപ്പോർഷൻ. 9. LCM. 10. പ്രോഫിറ്റ് ആൻഡ് ലോസ്. 11. ടൈം ആൻഡ് വർക്ക്. 12. പെർസെൻറ്റേജ്. 13. അരിത്തമെറ്റിക് എബിലിറ്റി. 14. ഇൻട്രസ്റ്റ്. 15. നമ്പർ സ്ക്വയർ. അതുപോലെ തന്നെ കോഡിങ്ങും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് 6ാമത്തെ വിഷയമായ ഇംഗ്ലീഷിനെ പറ്റി നോക്കാം. ഇംഗ്ലീഷിൽ 10 മാർക്കിന് 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. LD ക്ലർക്ക് തസ്തികയിലേക്ക് PSC നടത്തുന്ന പരീക്ഷയ്ക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ പോലെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെയും ഉണ്ടായിരിക്കുക. PSCക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്കും അത് ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ മൊഡ്യൂൾ എന്താണ് പറയുന്നത്? 1. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. 2. എതിർപദങ്ങളെ പറ്റി പറയുക, നാനാപദങ്ങളെ പറ്റി പറയുക, നാനാർത്ഥങ്ങളെ പറ്റി പറയുക, ഫ്രേസൽ വെർബിനെ പറ്റി, പ്രിപ്പോസിഷനെ പറ്റി 1.5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടായിരിക്കും. ആർട്ടിക്കിൾ 1.5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടായിരിക്കും. സിംഗുലറും പ്ലൂറലും, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് 1.5 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, കറക്റ്റ് ദ സെൻറ്റൻസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് നമ്മുടെ 7ാമത്തെ വിഷയമായ ജനറൽ നോളേജും കറണ്ട് അഫെയർസുമാണ്. PSCയുടെ LD ക്ലർക്ക് തസ്തികയിലേക്കുള്ള പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ തന്നെ അതിലുള്ള മൊഡ്യൂൾ തന്നെയാണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ GK കറണ്ട് അഫെയർ എന്ന വിഭാഗത്തിലും ഉള്ളത്. എന്നാലും നമ്മൾക്ക് ഇതിലുള്ള മൊഡ്യൂളിനെ പറ്റി ഒന്ന് പരിശോധിക്കാം. 1. GKയിൽ ജനറൽ സയൻസ്. 2. ജോഗ്രഫി ഓഫ് ഇന്ത്യ കേരള. 3. കൺട്രീസ്, ക്യാപിറ്റൽ ആൻഡ് കറൻസി. 4. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 5. ഇന്ത്യൻ അഗ്രികൾച്ചർ. 6. പൊളിറ്റിക്കൽ സിസ്റ്റം ഇന്ത്യ കേരള. റിനൈസൻസ് ഇൻ കേരള, കേരളത്തിലെ നവോത്ഥാനത്തെപ്പറ്റി. കറണ്ട് അഫെയർസ്. കറണ്ട് അഫെയർസിൽ പ്രധാനമായിട്ടും നമ്മൾ ദൈനംദിനം പത്രപാരായണം നടത്തുന്നുണ്ടോ എന്നറിയുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് പത്രം നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. ഇന്ത്യൻ എക്കോണമി, കേരള എക്കോണമി, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, സിനിമ, വേൾഡ് ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി, ആർട്ട് ആൻഡ് എന്റർടൈൻമെന്റ്, പിന്നെ അബ്രിവേഷൻസുകൾ ഉണ്ടാവും, കേരള ബാങ്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങിക്കൊണ്ടുള്ളതാണ് ജനറൽ നോളേജ് എന്ന് പറയുന്നത്. ഇവിടെ ജനറൽ നോളേജിൽ വർഷങ്ങൾ, തലസ്ഥാനങ്ങൾ, നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഇവയെല്ലാം കൃത്യമായിട്ട് പഠിച്ചോളണം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള പരീക്ഷാ സിലബസിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, GK എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് EMS സ്മാരക സഹകരണ പരിശീലന കോളേജ് അധ്യാപകൻ K. സുധാകരൻ. എക്സാം കാപ്സ്യൂൾ.